പുരാതന കേരളത്തിൽ ഒരു സരസ്വതി ക്ഷേത്രം പോലും ഇല്ലാത്തതിൽ ദുഃഖിതനായ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ സരസ്വതി ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി കേരളത്തിൽ കുടിയിരിക്കണമെന്ന് അപേക്ഷിച്ചു. ഭക്തനായ ശങ്കരനെ താൻ അനുഗമിക്കാമെന്നും എന്നാൽ തിരിഞ്ഞു നോക്കരുതെന്നും തിരിഞ്ഞു നോക്കിയാൽ ആ സ്ഥലത്ത് താൻ കുടികൊള്ളുമെന്നും ദേവി അരുളി ചെയ്തു. ചിലങ്കയുടെ ശബ്ദം കേട്ട ശങ്കരാചാര്യർ ദേവി പിന്നിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയെങ്കിലും പെട്ടെന്ന് ചിലങ്കയുടെ നാദം നിലച്ചു. നിബന്ധന മറന്ന ശങ്കരാചാര്യർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും ദേവി ഈ സ്ഥലത്ത് കുടിയിരിക്കുകയും ചെയ്തു. ദേവി ഈ സ്ഥലം പിന്നീട് മൂകാംബിക എന്നറിയപ്പെട്ടു. ദുഃഖിതനായ ശ്രീ ശങ്കരാചാര്യരെ ദേവി ആശ്വസിപ്പിക്കുകയും ഒരു ജ്യോതി നൽകി ഈ ജ്യോതി ശങ്കരൻ എവിടെയാണോ സ്ഥാപിക്കുന്നത് അവിടെ തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ശങ്കരാചാര്യർ ഈ ജ്യോതി ചോറ്റാനിക്കരയുള്ള ദേവി വിഗ്രഹത്തിൽ ലയിപ്പിക്കുകയും അങ്ങനെ ചോറ്റാനിക്കരയിൽ സരസ്വതി ദേവിയുടെ പരിപൂർണ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. ശങ്കരാചാര്യർ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന കര ജ്യോതിയാനിക്കരയും പിന്നീട് ചോറ്റാനിക്കരയുമായി മാറി എന്നാണ് ഐതിഹ്യം. ആത്മീയ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.